ഹലോ മക്കളെ, വെൽക്കം ബാക്ക്. ഈ ഒരു സെഷനിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയൊരു മോഡൽ ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 3 ഐഡൻറ്റിക്കൽ സ്ഫെറിക്കൽ ഷെൽസ് ഈച്ച് ഓഫ് മാസ് m ആൻഡ് റേഡിയസ് are placed as shown in figure. Consider an axis x dash which is touching two shells and passing through diameter of third shell. Moment of inertia of the system consisting of these 3 spherical shells about x dash axis is എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ 3 ഷെല്ലുണ്ടടാ. ഓക്കെ, എൻ്റെ എക്സ് ഡാഷിൽ കൂടി ഉണ്ടാകുന്ന ആ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ആണ് കണ്ടുപിടിക്കേണ്ടത്. 2 ഷെല്ലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എഡ്ജിൽ കൂടി അല്ലെങ്കിൽ ടാൻജൻറ്റിൽ കൂടിയാണ് പോകുന്നത്. 3ാമത്തെ ഷെല്ലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സെൻറ്ററിൽ കൂടിയാണ് പാസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് ഓപ്ഷൻസ്. 11/5 mr² ഉണ്ട്, 3 mr² ഉണ്ട്, 16/5 mr² ഉണ്ട്, 4 mr² ഉണ്ട്. ഇതിലേതാണ് അതിൽ ആൻസർ വരിക? അപ്പോൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് ചാപ്റ്റർ മനസ്സിലായിട്ടുണ്ട്. ഏതാ ചാപ്റ്ററുടെ? റൊട്ടേഷൻ മോഷനാണ്. ഇതെങ്ങനെയാണ് ചെയ്യുക നമുക്ക് നോക്കിയാലോ. ഓക്കെ, ശരിക്കും ശ്രദ്ധിച്ച് ഫുള്ള് കാണാം കേട്ടോ. നമുക്ക് ഈ ഒരു മോഡൽ പ്രോബ്ലം എങ്ങനെ ചെയ്യാം? ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യമാണ്. റൊട്ടേഷണൽ മോഷൻ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ആണ്. അപ്പോൾ നമുക്ക് 3 ഷെല്ലുകളാണുള്ളത്, അല്ലേ? 3 ഷെല്ലുകളുണ്ട്. നമുക്ക് ഇവന് 1 എന്ന് വിളിക്കാം. ഓക്കെ, നമുക്ക് ഈ ഷെല്ല് 1ാമത്തെ ഷെല്ല്, ഇവൻ 2ാമത്തെ ഷെല്ല്, ഇവൻ നമുക്ക് 3ാമത്തെ ഷെല്ല്. അങ്ങനെ 3 ഷെല്ലുകളാണ് നമുക്കുള്ളത്. 1 2 3. അപ്പോൾ ഈ 3 ഷെല്ലുകളും കൂടിയിട്ട് ടോട്ടൽ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ സിസ്റ്റമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു ആക്സിസ് എക്സ് ഡാഷ് എന്ന് പറയുന്ന ഈ ആക്സിസിന് എക്രോസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഈ 1ാമത്തെ ഷെല്ല് തരുന്ന മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കണം, 2ാമത്തെ ഷെല്ലിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ, 3ാമത്തെ ഷെല്ലിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? 1ാമത്തെ ഷെല്ലിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ാമത്തെ ഷെല്ലിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എങ്ങനെ കണ്ടുപിടിക്കുക? ഇതാണല്ലോ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ, ഇതാണ് 1ാമത്തെ ഷെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ 1ാമത്തെ ഷെല്ലിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ നമുക്ക് ഈ ഒരു ആക്സിസിൽ കൂടിയാണ്. അപ്പോൾ നമുക്കറിയാം അത് പാരലൽ ആക്സിസ് തിയറം എന്ന് പറയാം. നമുക്ക് വേണം 1ാമത്തെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ, 1ാമത്തെ ഷെല്ലിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യനെ I1 എന്ന് വിളിക്കാടാ. അപ്പോൾ I1 എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഷെല്ലിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്താണ്? ഷെല്ലിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ 2/3 mr² ആണ്. എസ് ഓർണോ? 2/3 mr² പ്ലസ് പിന്നെ ആര് കൂടി ഉണ്ടാകും? നമുക്ക് ഈ ഒരു സെൻറ്റർ, ഈ ഒരു മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കൂടി കൂട്ടേണ്ടി വരും അല്ലേ? അപ്പോൾ എത്ര വരും? mr² കൂടി ഉണ്ടാകും. ക്ലിയർ ആണോ? 2/3 mr² പ്ലസ് mr² ചെയ്താലാണ് ഈ ഒരു ആക്സിസിൽ, ഈ ഒരു എക്സ് ഡാഷ് എന്ന് പറയുന്ന ആക്സിസിലെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റുള്ളൂ. ക്ലിയർ ആണോ? അപ്പോൾ 2/3 mr² പ്ലസ് mr² ഉണ്ടാവും. അപ്പോൾ 2/3 mr² പ്ലസ് mr² എന്ന് പറഞ്ഞാൽ അത് എത്രയാടാ? 5/3 mr² അല്ലേ? അപ്പോൾ 2/3 mr² പ്ലസ് mr², 5/3 mr². ഇതാണ് നമ്മുടെ 1ാമത്തെ ഷെല്ലിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കേട്ടോ. അതേപോലെ തന്നെയല്ല നമ്മൾ 2ാമത്തെ ഷെല്ലിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ. അപ്പോൾ I2 എന്ന് വിളിക്കാം 2ാമത്തെ ഷെല്ലിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ. അതും അതേപോലെ 2/3 mr² ആണ് നമ്മൾ സെൻറ്റർ ഓഫ് മാസിലെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ പ്ലസ് mr² കൂടി ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടൂടാ? 5/3 mr². അപ്പോൾ നമുക്ക് 1ാമത്തെ ഷെല്ലിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യയും 2ാമത്തെ ഷെല്ലിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ 3ാമത്തെ ഷെല്ലിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ, ശരിക്കും പറഞ്ഞാൽ 3ാമത്തെ ഷെല്ലിൻ്റെ ശരിക്കും സെൻറ്ററിൽ കൂടിയാണ് എക്സ് ഡാഷ് പാസ് ചെയ്യുന്നത്. പക്ഷേ 1ാമത്തെ ഷെല്ലിൻ്റെയും 2ാമത്തെ ഷെല്ലിൻ്റെയും എഡ്ജിൽ കൂടി അല്ലെങ്കിൽ ടാൻജൻറ്റിൽ കൂടിയാണ് എക്സ് ഡാഷ് പാസ് ചെയ്തത്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് 3ാമത്തെ ഷെല്ലിൻ്റെ സെൻറ്ററിൽ കൂടിയുള്ള മൊമെൻറ്റ് ഓഫ് ഇനേഷ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒരു സീനും ഇല്ല, അതെന്ത് തന്നെയാണ്? 2/3 mr² ആണല്ലേ. അപ്പോൾ നമ്മൾ 3ാമത്തെ ഷെല്ലിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്താണ്? 3ാമത്തെ ഷെല്ലിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്നാൽ അത് ഷെല്ലിൻ്റെ സെൻറ്റർ ഓഫ് മാസിലെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ അത് എന്ത് തന്നെയാണ്? 2/3 mr². അപ്പോൾ ടോട്ടൽ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എത്രയായിരിക്കും? ടോട്ടൽ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ I ആരാണ്? I1 പ്ലസ് I2 പ്ലസ് I3 ആണല്ലേ. I1 പ്ലസ് I2 പ്ലസ് I3. I1ഉം I2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5/3 mr². അത് 2 ടൈംസ് 5/3 mr² പ്ലസ് 5/3 mr². 2 പ്രാവശ്യം എഴുതുന്നതിനേക്കാൾ നല്ല എന്താ? 2 ടൈംസ് 5/3 mr². ഓക്കെ, നമ്മൾ ടാൻജൻ്റ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ I3 എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സെൻറ്റർ ഓഫ് മാസിലെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ അത് എത്രയാണ്? 2/3 mr² കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോടാ? ക്ലിയർ ആണല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ 2 ടൈംസ് 5/3 mr² പ്ലസ് എത്ര വന്നു? 2/3 mr². നമ്മൾ I3 2/3 mr² ആണ്. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ ഇതെന്ത് ചെയ്യുക? ഇതൊന്ന് സമ്മപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമില്ല. 2 × 5/3 mr² പ്ലസ് 2/3 mr². നമുക്കൊരു കാര്യം ചെയ്യാം. 2/3 mr² കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2/3 mr² നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. 2/3. അപ്പോൾ I = ആര് വരും? 2/3 mr² കോമൺ ആയിട്ട് എടുക്കുകയാണ്. 2/3 mr² കോമൺ എടുത്താൽ ഇവിടെ ബാക്കി ആരുണ്ട്? 5 ഉണ്ട്. അപ്പുറത്താണ് ബാക്കി ആരുണ്ടാകും? 1 ഉണ്ടാകും. അപ്പോൾ 6 വരൂലേ? അപ്പോൾ ഈ 6ഉം 3യും കട്ട് ചെയ്ത് എത്ര ഉണ്ടാകും? 2 ഉണ്ടാവില്ലേ? ഈ 2ഉം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എത്രയാവുക? നമ്മുടെ ആൻസർ എത്രയാവുക? 2 × 2 4
mr² അല്ലേ അവിടെ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ ആൻസർ എത്രയായിരിക്കും? I is equal to 3 4mr². അങ്ങനെ നമ്മൾ ആൻസർ എത്രയാണ്? ഓപ്ഷൻ എ 11/5mr² അല്ല, 3mr² എന്ന് പറയുന്ന ഓപ്ഷൻ ബിയും അല്ല, 16/5mr², ഓപ്ഷൻ സി അല്ല. ആൻസർ ആരാ? ഓപ്ഷൻ ഡി ആയിട്ടുള്ള 4mr². ക്ലിയർ ആണോ മക്കളെ? മനസ്സിലായടാ? ഓക്കെ. അപ്പോൾ I1 I2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ഷെല്ലിൻ്റെയും സെക്കൻഡ് ഷെല്ലിൻ്റെയും ടാൻജൻറ്റിൽ കൂടിയാണ് എക്സ് ഡാഷ് പാസ് ചെയ്തത്. അപ്പോൾ നമ്മൾ പാരലൽ ആക്സിസ് തിയറമാണ്. 2/3mr² സെൻറ്റർ ഓഫ് മാസിലെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യൻ്റെ കൂടെ mr² ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 5/3mr² കിട്ടി. അത് 2 ടൈംസ് ചെയ്യണം. അതുപോലെ തന്നെ മൂന്നാമത്തെ ഷെല്ലിനെ സംബന്ധിച്ചിടത്തോളം അത് ഏതിൽ കൂടെയാണ് പോകുന്നത്? അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൽ കൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് അത് 2/3mr². അങ്ങനെ ഇപ്പോൾ 2 ടൈംസ് 5/3mr² കൂടെ 2/3mr² കൂട്ടി 4mr² കിട്ടി. മസ്റ്റായിട്ട് പഠിക്കേണ്ട ഒരു മോഡലാണ് ഫ്രം റൊട്ടേഷണൽ മോഷൻ. ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ കേട്ടോ മക്കളെ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെഷനിൽ മറ്റൊരു മോഡൽ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കേടാ, താങ്ക് യു.